ക്രൈസ്തവ വിഭാഗത്തിന് നിർണായക സ്വാധീനമുള്ള കോട്ടയം, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, വയനാട് ജില്ലകളിൽ ഇടതുപക്ഷത്തിന് നേരിടേണ്ടി വന്ന തിരിച്ചടി പ്രത്യേകം ശ്രദ്ധിക്കപ്പെടണം. അതുപോലെ കണ്ണൂർ, കാസർഗോഡ്, പാലക്കാട് ജില്ലകളിലെ മലയോര മേഖലകളിലും തൃശൂർ ജില്ലയിലെ നഗരമേഖല, ചാലക്കുടി, ഇരിങ്ങാലക്കുട പ്രദേശങ്ങളിലും സംസ്ഥാനത്തെ തീരദേശ മേഖലകളിലും ഉണ്ടായ തിരിച്ചടി ഒരു മേഖലാപരമായ തിരിച്ചടി മാത്രമല്ല, സംസ്ഥാന വ്യാപകമായ ജനവികാരത്തിന്റെ ശക്തമായ പ്രതിഫലനമാണ് എന്നത് കേവലം താത്വിക അവലോകനങ്ങൾ കൊണ്ട് ഇല്ലാതാക്കാനാവില്ല. ഈ മേഖലകളിൽ ഒരേപോലെ ഉയർന്നു വന്ന വികാരം ഇതാണ്: ഭരണകൂടം ജനങ്ങളോട് സംവദിക്കുന്നത് കുറയുകയും ജനങ്ങളുടെ ശബ്ദം കേൾക്കുന്നത് ക്രമേണ നിർത്തുകയും ചെയ്തു. അധികാരത്തിന്റെ ആത്മവിശ്വാസം അഹങ്കാരമായി മാറിയപ്പോൾ നിവേദനങ്ങളെയും വിമർശനങ്ങളെയും ശത്രുതയായി കാണുന്ന പ്രവണത ഭരണതലങ്ങളിൽ ശക്തമായി. ജനാധിപത്യത്തിന്റെ സ്വാഭാവിക ഘടകമായ സംവാദം മങ്ങിപ്പോയതാണ് ഇടതുപക്ഷത്തിനെതിരായി മാറിയത്. ന്യൂനപക്ഷ സമൂഹങ്ങളുടെ ആശങ്കകൾ കൈകാര്യം ചെയ്ത രീതിയിലും ഈ അകലം വ്യക്തമായി കാണാം. വിദ്യാഭ്യാസ രംഗത്തെ പക്ഷപാതപരമായ സർക്കാർ നയങ്ങൾ, സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തകർക്കാനുള്ള തീവ്രവാദ നിലപാടുകാരെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന സമീപനങ്ങൾ, സഭയുടെയും സമുദായത്തിന്റെയും നേതൃത്വവുമായുള്ള ആശയവിനിമയത്തിലെ പാളിച്ചകൾ, ന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളെക്കുറിച്ചുള്ള അനിശ്ചിതത്വങ്ങൾ, ഇവയെല്ലാം ക്രൈസ്തവ സമൂഹത്തിൽ വലിയ അസ്വസ്ഥത സൃഷ്ടിച്ചു. സർക്കാർ തന്നെ നിയോഗിച്ച കമ്മീഷനുകളുടെ റിപ്പോർട്ടുകൾ പോലും കാലങ്ങളായി പ്രസിദ്ധീകരിക്കപ്പെടാതെ ഫയലുകളിൽ ഒതുങ്ങിയതോടെ ന്യൂനപക്ഷ സൗഹൃദം എന്ന രാഷ്ട്രീയ മുദ്രാവാക്യം വാക്കുകളിൽ മാത്രമാണ് എന്ന ബോധ്യം ശക്തമായി. മലയോര മേഖലകളിൽ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിർണായകമായി പ്രതിഫലിച്ചു. കിരാതമായ വനനിയമങ്ങളുടെ കർശനമായ പ്രയോഗം, വന്യജീവി ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കാത്തത്, കർഷകരുടെ കടബാധ്യത, വിളനാശത്തിന് മതിയായ നഷ്ടപരിഹാരം ലഭിക്കാത്ത അവസ്ഥ, ഇവയൊക്കെയും കർഷക സമൂഹത്തെ കടുത്ത നിരാശയിലാക്കി. കർഷകന്റെ പ്രശ്നം ചർച്ചകളിലുണ്ടെങ്കിലും പരിഹാരം ജീവിതത്തിൽ കാണുവാനില്ലെന്ന വികാരമാണ് സർക്കാരിനെതിരായ വോട്ടായി മാറിയത്. തീരദേശ മേഖലകളിൽ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന പ്രശ്നങ്ങളും കണ്ണിൽ പൊടിയിടുന്ന വിധത്തിലുള്ള സർക്കാർ പദ്ധതികളോടുള്ള അവിശ്വാസവും ശക്തമായി പ്രകടമായി. വികസനം എന്ന പേരിൽ അവരുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന നയങ്ങൾ നടപ്പിലാക്കപ്പെടുമ്പോൾ സംരക്ഷണത്തിന്റെ ശബ്ദം കേൾക്കാത്തത് ജനങ്ങളെ ഭരണവർഗങ്ങളിൽ നിന്ന് അകറ്റി. നഗരമേഖലകളിൽ അനുഭവപ്പെടുന്ന ഉയർന്ന ജീവിത ചെലവും തൊഴിൽ രംഗത്തെ അനിശ്ചിതത്വവും മധ്യവർഗത്തെ ബാധിച്ചപ്പോൾ ഭരണകൂടത്തിന്റെ പ്രതികരണവും ഇടപെടലും അപര്യാപ്തമാണെന്ന തോന്നലും വളർന്നു വന്നു. ഇടതുപക്ഷത്തിന്റെ ശക്തിയായിരുന്ന സംഘടനാ സംവിധാനങ്ങൾ പോലും ചില ഘട്ടങ്ങളിൽ ജനങ്ങളുടെ യഥാർത്ഥ വികാരങ്ങൾ നേതൃത്വത്തിലേക്ക് എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നൊരു വിമർശനവും ഉയരുന്നുണ്ട്. പാർട്ടി വേദികളിലെ വിലയിരുത്തലുകളും ജനങ്ങളുടെ മനസ്സിലെ യാഥാർത്ഥ്യവും തമ്മിലുള്ള അന്തരം ഈ തെരഞ്ഞെടുപ്പ് തുറന്നുകാട്ടി.